ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഈ ഫുഡ് ഐറ്റംസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 6 ദിവസങ്ങളിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻസി നഷ്ടമാകില്ല. കാരണം പ്രഗ്നൻസി ആകാനായിട്ടുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന 6 ഫുഡ് ഐറ്റംസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള എല്ലാ ലിസ്റ്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് പറ്റുന്നത് ഏതാണോ അത് ഉപയോഗിച്ചാൽ മതിയായിരിക്കും കേട്ടോ. ഈ ഫുഡ് ഐറ്റംസിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂട്ടുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനും എൻഡോമെട്രിയൽ ലൈനിങ് തിക്കായിട്ട് വളരുന്നതുമാണ് ഈ ഒരു ഫുഡ് ഐറ്റംസിലൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് മൂന്നുമാണ് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് വേണ്ടത്. അപ്പോൾ ഓവറോൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു ടോപ്പിക്കിൽ കവർ ആയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം നിങ്ങൾ ആ ഒരു 6 ദിവസം യൂസ് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ഓട്സ് ആണ്. നമ്മളെല്ലാവരും ഒരു ലൈഫ് ടൈമിൽ നമ്മുടെ ആ ഒരു സമയത്ത് എപ്പോഴെങ്കിലും നമ്മൾ ഓട്സ് ഉപയോഗിച്ചിട്ടുണ്ടാകും. ഓട്സ് ഒരു ഓൾ ഗ്രെയിൻ പ്രൊഡക്ട്സ് ആണ്, അതായത് ഒരു മുഴുധാന്യമായിട്ടുള്ള ഒന്നാണ് ഓട്സ്. ഇത് ഉപയോഗിക്കുമ്പോഴേക്കും ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് ശരീരത്തിൽ കിട്ടുന്നുണ്ട്. ഓട്സ് കഴിക്കുമ്പോഴേക്കും എന്തെല്ലാം വിറ്റമിൻസും മിനറൽസും ശരീരത്തിൽ എത്തും എന്നതിനെ പറ്റിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല. ഓട്സ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണല്ലെങ്കിൽ അണ്ടത്തിനോ ബീജത്തിനോ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രഗ്നൻസി അവിടെ പോസിബിൾ ആവില്ല. കാരണം ടൈം ആകുമ്പോഴേക്കും എൻഡോമെട്രിയൽ ലൈനിങ് അങ്ങോട്ട് ഷെഡായി പോകും. ആ പ്രഗ്നൻസി നമുക്ക് കെമിക്കൽ പ്രഗ്നൻസി ആയിട്ട് നഷ്ടമാവുകയും ചെയ്യും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ ഓട്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓട്സ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ചില ആളുകൾ ഓട്സും പാലും ഒക്കെ ഇട്ട് പായസം പോലെ വെച്ചിട്ട് ഓട്സ് കുടിക്കുന്നവരുണ്ട്. ചില ആളുകൾ കഞ്ഞി പോലെ ഓട്സ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഐറ്റംസ് ആയിട്ട് സ്മൂത്തീസ് ആയിട്ടോ എങ്ങനെയാണോ ഓട്സ് കഴിക്കാനായിട്ട് ഇഷ്ടം ആ ഒരു രീതിക്ക് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ മധുരം ഇട്ടിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരുപാട് മധുരം നിങ്ങൾ ആഡ് ചെയ്യാതിരിക്കുക. കാരണം കൂടുതലായിട്ട് ഷുഗർ ചെല്ലുന്നത് ശരീരത്തിന് നല്ലതല്ലല്ലോ. അങ്ങനെ ഏത് രീതിക്കാണോ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇഷ്ടം ആ രീതിക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ 1-2 ദിവസമെങ്കിലും ഓട്സ് കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമത്തേതെന്ന് പറയുന്നത് ചീരയാണ്. നമുക്ക് വീട്ടിൽ കൃഷി ചെയ്തെടുക്കാൻ പറ്റുന്നതും അതുപോലെ മാർക്കറ്റിൽ നിന്നാണെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്നതുമായിട്ടുള്ള ഒന്നാണ് ചീര. ചീരയിൽ ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫോളേറ്റ്. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ഒന്നാണ് ഫോളേറ്റ് എന്ന് പറയുന്നത്. ഫോളേറ്റിൻ്റെ ഫോളിക് ആസിഡ് എന്ന് പറയുന്ന ആ ഒരു വിറ്റമിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു കുഞ്ഞിൻ്റെ ഗർഭസ്ഥ ശിശുവിൻ്റെ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നവയാണ്. കുഞ്ഞിൻ്റെ സ്പൈനൽ ഡെവലപ്മെൻറ്റിനുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണിത്. ഈ ഒരു ഡെവലപ്മെന്റ് കൃത്യമായിട്ട് കുഞ്ഞിന് നടക്കാത്തത് കൊണ്ട് കുഞ്ഞിന്റെ ഗ്രോത്ത് നിന്ന് പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ റെക്കറന്റ് ആയിട്ട് മിസ്കാരേജ് ഉണ്ടായവർക്ക്, അതായത് ഒന്നിൽ കൂടുതൽ തവണ പ്രഗ്നൻസി അടുപ്പിച്ച് നഷ്ടമായിട്ടുള്ളവർക്കൊക്കെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ചീര ഉപയോഗിക്കാവുന്നതാണ്. ഇത് മിസ്കാരേജ് ഉണ്ടാവാനായിട്ടുള്ള റേറ്റ് കുറയ്ക്കുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മൂന്നാമത് വരുന്നത് കിവിയാണ്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കിവി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കിവി മേടിച്ചിട്ടുണ്ടായിരുന്നു. 4 കിവിക്ക് 160 രൂപയായിരുന്നു. ഒരുപാട് ബെനിഫിറ്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ് കിവി എന്ന് പറയുന്ന ഫ്രൂട്ട്. കിവിയിൽ വിറ്റമിൻ സി എന്ന കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതോടൊപ്പം ഓവുലേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഈ ഒരു കിവി ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. കാരണം ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ സി ആ ഒരു പ്രൊജസ്ട്രോൺ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നു. അത് മാത്രമല്ല നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കിവി ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങൾ ഒരു 4 എണ്ണം നിങ്ങൾ 160 രൂപയ്ക്ക് മേടിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ഓരോന്ന് വീതം നിങ്ങൾ ഉപയോഗിച്ചാൽ മതിയായിരിക്കും. അത്രത്തോളം ബെനിഫിറ്റ് നിങ്ങൾക്കുണ്ട്. പ്രൊജസ്ട്രോണും കൂടും, എൻഡോമെട്രിയൽ ലൈനിങ്ങും തിക്കണാവും കേട്ടോ. അടുത്ത കാറ്റഗറിയിൽ വരുന്നതാണ് സ്ട്രോബെറി. ബെറീസിൻ്റെ കാറ്റഗറിയിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒന്നാണ് സ്ട്രോബെറി. കിവി പോലെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടുമാണ് സ്ട്രോബെറി. പക്ഷേ ഇതിലും വിറ്റമിൻ സിയുടെ കണ്ടന്റും ഫോളേറ്റിൻ്റെ കണ്ടന്റും അതുപോലെ മറ്റുള്ള ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള റേറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നു. കാരണം ബെറീസിൻ്റെ കാറ്റഗറിയിൽ അടങ്ങിയിട്ടുള്ള ഗൂസ്ബെറി അതുപോലെ തന്നെ സ്ട്രോബെറി, റാസ്ബെറി ഇതെല്ലാം ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നവയാണ്. ഫോളേറ്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ.
അടുത്തൊരു കാറ്റഗറിയിൽ വരുന്നതാണ് സൺഫ്ലവർ സീഡ്. സീഡ് സൈക്ലിംഗ് ചെയ്യുന്നവരെല്ലാവരും കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും സൺഫ്ലവർ സീഡ്. ഈ സൺഫ്ലവർ സീഡ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ലൂട്ടിയൽ ഫേസിലാണ്. ലൂട്ടിയൽ ഫേസ് ഡിഫക്ട്സ് ഒന്നും ഇല്ലാതിരിക്കാനും അതുപോലെ പ്രൊജസ്ട്രോണിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കാനും ഒക്കെ വേണ്ടിയിട്ട് സൺഫ്ലവർ സീഡ് സഹായിക്കുന്നു. റോസ്റ്റ് ചെയ്തെടുക്കുന്ന സൺഫ്ലവർ സീഡ് നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം ഈസിലി അവൈലബിൾ ആണ്. ഈ സൺഫ്ലവർ സീഡ് ഒരു 3, 4, 5 എണ്ണം നിങ്ങൾ എടുത്തിട്ട് കഴിക്കുന്നത് പ്രൊജസ്ട്രോണിന്റെ അളവ് ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വിറ്റമിൻ ഇയുടെ ഒരു കണ്ടന്റും അടങ്ങിയിട്ടുണ്ട്. ഇത് എൻഡോമെട്രിയൽ തിക്നെസ് വർദ്ധിപ്പിക്കുന്നതിനും ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിനും സഹായിക്കുന്നുണ്ട്. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഗർഭസ്ഥ ശിശുവിലോട്ടും എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ടും കൃത്യമായിട്ട് ബ്ലഡ് ഫ്ലോ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ മിസ്കാരേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. ഈ മിസ്കാരേജ് ഉണ്ടാകുന്നത് ചിലപ്പോൾ നമുക്ക് പോലും അറിയാൻ പറ്റില്ല. കെമിക്കൽ പ്രഗ്നൻസി ആയിട്ടായിരിക്കും നമുക്കത് നഷ്ടമായി പോകുന്നത്. ചില ആളുകൾ ഡൗട്ട് തോന്നിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും വളരെ മങ്ങിയൊരു ഫെയിൻറ്റ് ലൈൻ കിട്ടും. അതുപോലെ ചില ആളുകൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും ചെറിയൊരു ലൈൻ ഉണ്ടാകും, പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും പിന്നെയും കുറയാനായിട്ട് തുടങ്ങും. അങ്ങനെയായിരിക്കും കെമിക്കൽ പ്രഗ്നൻസി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ സീഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. 6ാമത്തെ ഫുഡ് ഐറ്റമാണ് ബീട്രൂട്ട്. ബീട്രൂട്ടിനെ പറ്റിയിട്ട് ഇപ്പോൾ തുടർച്ചയായിട്ട് ഞാൻ ഒരുപാട് ടോപ്പിക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേർക്ക് ബീട്രൂട്ട് കഴിച്ചിട്ട് പ്രഗ്നൻസി കിട്ടി എന്നുള്ള സക്സസ് സ്റ്റോറീസും ഈ അടുത്തായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബീട്രൂട്ട് ഉപയോഗിക്കുമ്പോഴേക്കും ഇതിനകത്ത് നൈട്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുകയും ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. ഒരുപാട് പേര് ശരീരത്തിൽ ചോരയുടെ അളവ് കുറയുമ്പോഴേക്കും, അതായത് അനീമിക് ആവുന്ന സമയത്തൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. ബീട്രൂട്ടും അതുപോലെ മാതള നാരങ്ങയും ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യുകയും ബ്ലഡ് ഫ്ലോ എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നവയുമാണ്. ഇതും നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കുന്നത് ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് എല്ലാവരും മടിച്ചും പേടിച്ച് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്, അതായത് ചിക്കൻ. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ചിക്കൻ കഴിക്കാമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ PCOD ഉള്ളവർക്ക് ചിക്കൻ കഴിക്കാമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. PCOD ഉള്ളവരാണെങ്കിലും പ്രഗ്നൻസി നോക്കുന്നവരാണെങ്കിലും കുറച്ച് ചിക്കൻ ഉപയോഗിക്കുന്നത് ഒരിക്കലും ഒരു ദോഷമായിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ. നമ്മൾ ഒരു നേരം കുറച്ചൊരു 3, 4 ചിക്കൻ പീസ് എടുത്ത് കഴിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ ഒരു ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യില്ല. അതുമാത്രമല്ല, ചിക്കനിൽ അടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള ന്യൂട്രിയൻസ് ഒക്കെ വെച്ചിട്ട് ഇത് ശരീരത്തിൻ്റെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തതാണ് ബ്ലാക്ക് ബീൻസ് എന്ന് പറയുന്നത്. നമ്മളുടെ പയറുവർഗ്ഗത്തിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ് ബ്ലാക്ക് ബീൻസ് എന്ന് പറയുന്നത്. കറുത്ത കളറിൽ അത്യാവശ്യം ഒരു നോർമൽ ആയിട്ടുള്ളൊരു സൈസിൽ, അതായത് ഒരു 1 ബയറിൻ്റെ സൈസിലൊക്കെ കാണുന്ന ഒന്നാണ് ബ്ലാക്ക് ബീൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒന്നാണ് ബ്ലാക്ക് ബീൻസ്. ഇതിൽ മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുടെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിനും പ്രൊജസ്ട്രോണിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും സഹായിക്കുന്നവയാണ്. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ സ്ട്രെസ് അനുഭവിക്കുകയാണെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് കാരണമാകുന്നു എന്ന് ഒരുപാട് പഠനങ്ങൾ നടത്തി തെളിയിച്ചതും ഒരുപാട് ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞു തരുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എത്രത്തോളം സ്ട്രെസ്ഡ് ആവുന്നു അത്രത്തോളം നമ്മുടെ പ്രഗ്നൻസി ചാൻസ് കുറയും. പക്ഷേ ചില ആളുകൾക്ക് വരുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവർ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഹോർമോണൽ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് അവർ പോലും സ്ട്രെസ്ഡ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കൂടി തന്നെ സ്ട്രെസ്സ് അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഈ സ്ട്രെസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിൽ പോവുകയാണെങ്കിൽ അത് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ട് കാരണമാകുന്നു. അപ്പോൾ ബ്ലാക്ക് ബീൻസ് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള സ്ട്രെസ്സ് റിഡ്യൂസ് ചെയ്യുന്നതിനും നിങ്ങളൊരു ഹാപ്പി മൂഡിലോട്ട് കൊണ്ടുവരുന്നതിനും സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂട്ടുന്നതിനും വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഐറ്റംസിൽ ഏതെങ്കിലും ഒന്ന് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 6 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 6 to 12 ഡേയ്സിനകത്താണ് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. അപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 ദിവസത്തിന് ശേഷമുള്ള അടുത്ത 6 ദിവസമായിരിക്കും നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാകുന്നത്. ഈ സമയത്ത് നിങ്ങളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേർക്ക് സംശയമുണ്ട്, ഇതെല്ലാം എടുത്തിട്ട് പ്രഗ്നൻസി ആകുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. 1 മാസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ മാസം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്, നടക്കില്ല. കാരണം ആ ഒരു സമയത്ത് നമ്മൾ എടുക്കുന്ന ബെനിഫിറ്റ് കണ്ടുവരുന്നത് അടുത്ത മാസങ്ങളിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി ആ ഒരു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക.
പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് എന്നത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരു മാസം നിങ്ങൾക്ക് 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ അടുത്ത മാസം അതായത് ഈ മാസം നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ആ ബ്ലീഡിങ് വന്ന ഡേയിനെ ഡേ 1 ആയിട്ട് എടുത്തിട്ട് അടുത്ത മാസം ബ്ലീഡിങ് വരുന്ന ഡേയിനെ ലാസ്റ്റ് ഡേ ആയിട്ട് നിങ്ങൾ എടുക്കുക. ആ ദിവസത്തിനിടയ്ക്ക് എത്രത്തോളം ദിവസം ഉണ്ടെന്ന് നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുക. ഇതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക കേട്ടോ. സൈക്കിൾ ലെങ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.